കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിന്റെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. വിദ്യാനഗർ പോലീസാണ് ചോദ്യം ചെയ്തത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ജസീല ജീവനൊടുക്കിയത്. ആദൂർ പോലീസ് പ്രതിക്കൂട്ടിലായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് ചോദ്യം ചെയ്യൽ. ഫെബ്രുവരി 20-നാണ് ജസീല എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയത്. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരുന്നു. സ്വർണമാല മോഷ്ടിച്ചുവെന്നാരോപിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനിയായ ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിന്റെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇവരെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ജസീലയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു. ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുവാൻ പോലും വിദ്യാനഗർ പോലീസ് തയ്യാറായിട്ടില്ലെന്നും തെളിവ് നശിപ്പിക്കുവാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള ഗുരുതര ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കമ്മിറ്റിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കേസിൽ അന്വേഷണം വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് സുഹൃത്തിന്റെ മാതാവിനെ ചോദ്യം ചെയ്തത്. വിദ്യാനഗർ SHOയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. സൈബർ സെല്ലിൻ്റെ സേവനവും പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇവരിൽ നിന്നും കേസിന് തുമ്പുണ്ടാക്കുവാൻ സഹായകരമാകുന്ന നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് കഴിഞ്ഞ 15-ാം തീയതിയാണ് ജസീല എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. നിരപരാധിയാണെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ജസീല ജീവനൊടുക്കിയത്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് താൻ അപമാനം നേരിടേണ്ടി വന്നതെന്നാണ് വീഡിയോ സന്ദേശത്തിൽ ജസീല പറയുന്നത്. പോലീസിൽ പരാതി നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് അത് സ്വീകരിച്ചില്ലെന്നും ജസീലയുടെ വീഡിയോയിൽ പറയുന്നു. ജസീലയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നുമാണ് 9.5 പവൻ നഷ്ടപ്പെട്ടു എന്ന പരാതി വരുന്നത്. ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ജസീലയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിൽ ജസീലയുടെ പങ്ക് തെളിയിക്കുവാനായിരുന്നില്ല. സ്വർണം മോഷണം പോയതായി പരാതി നൽകിയത് വ്യാജമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് കേസിൽ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. സുഹൃത്തിന്റെ മാതാവിനെ ചോദ്യം ചെയ്തതോടെ ജസീല കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിൽ സുഹൃത്തിനെ കൂടി പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്.